ക്ലെയിമർ നിങ്ങൾ വിലപ്പെട്ട 3 മിനിറ്റ് കളഞ്ഞത് നിങ്ങൾ ക്ഷമിച്ചു. ഇത് കേവലം ഒരു ബ്ലാ ടോക്സ് മാത്രമാണ്. ഹലോ ഗൈസ്, ദിസ് ഈസ് അവർ ന്യൂ യൂട്യൂബ് ചാനൽ. ന്യൂ യൂട്യൂബ് ചാനൽ അല്ല, എൻ്റെ ഒരു ഫോട്ടോ പോലും മര്യാദയ്ക്ക് എടുത്ത് തരാത്ത എൻ്റെ ഫോട്ടോഗ്രാഫറിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വ്ലോഗ് ചെയ്യുന്നത്. ഫേമസ് 38 സബ്സ്ക്രൈബേഴ്സുമായിട്ട് ഒരു വിന്നിങ് യൂട്യൂബ് ചാനൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഉടമയാണ്, യൂട്യൂബ് ചാനലിൻ്റെ ഉടമയാണ് ഞാൻ. എൻ്റെ പേര് നിങ്ങൾക്ക് പറഞ്ഞിട്ട് പക്ഷെ അറിയത്തുണ്ടാവില്ല, എങ്കിലും ഒറ്റ ഫോട്ടോ പോലും മര്യാദയ്ക്ക് എടുക്കാൻ അറിയില്ല. ഉണ്ട് ഗൈസ്, 1 2 അല്ല 3 4 ഫോട്ടോ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. ക്യാൻഡിഡൊക്കെ പൊളിച്ചെടുക്കും ഞാൻ. എനിക്കൊന്ന് കടൽ കാണിച്ചു തരും. കാണിക്കാലോ. ഇങ്ങനെ തിരയും കടലും എല്ലാം ഇങ്ങനെ അല്ല, തിര എങ്ങനെ എണ്ണി ഇരിക്കുമ്പോഴെന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോ? എനിക്ക് തിര എണ്ണി ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് കടലിലേക്ക് ചാടാനൊക്കെ തോന്നുന്നു. പറവയൊക്കെ പറക്കുന്നു. എനിക്ക് പറവ എവിടെ? പറവേനെ ഇതിനകത്ത് കാണുന്നില്ല. ഹലോ ഒരു സൗണ്ട് അല്ലേ കേട്ടത്. ഇനി ഞങ്ങൾ തപ്പി നടക്കുന്നത് ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന ഒരു സാന്ദ്ര എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. കുട്ടിയല്ല, അവർ ഫ്രണ്ട്. അവൾ ദൂരേക്ക് പോയതാണ്, അവൾ ഞങ്ങൾക്ക് കാണാനായിട്ടില്ല. അവൾ ഞങ്ങൾക്ക് വേണ്ടി 2 കസേര പിടിച്ച് വെക്കാതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സാരി എടുത്ത് പോയി അവൾ എവിടെയെങ്കിലും തെന്നിത്തട്ട് വീഴുവോ ഇല്ലയോ എന്നാണ് ഞങ്ങൾ ഇപ്പോഴത്തെ സംശയം. അവിടെ ഞങ്ങൾ വേഗത്തിൽ നടക്കാണ്. മണലൊക്കെ ഗൈസ് നിറച്ച് മണലാണ്. ചെരുപ്പിലൊക്കെ കയറി എൻ്റെ കറുത്ത ചെരുപ്പ് ഇപ്പം വെള്ള ചെരുപ്പ് പോലെ ആയിട്ടുണ്ട്. ആൻഡ് ദിസ് ഇസ് ഏത് ലൊക്കേഷൻ എന്ന് ചോദിച്ചാൽ ദിസ് ഇസ് ധാർമടം ബീച്ചാണ്. ഓസം ബീച്ചാണ്. നിങ്ങൾക്ക് മറ്റേ എന്തെങ്കിലുമൊക്കെ ഉപ്പിലിട്ട് കഴിക്കാൻ വന്നാൽ മതി, അതെല്ലാം നാട്ടിലും കാണും. പക്ഷേ ഡോണ്ട് മൈൻഡ്, ഇവിടുത്തെ വൈബ് ഒന്ന് വേറെ തന്നെയാണ്. തലശ്ശേരി ബിരിയാണിയൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഫുഡ് എന്തുണ്ട് ഇവിടെ. ആൻഡ് എക്സ്ട്രാ ഒരു പോയിന്റ് കൂടി, ഒരു ഡെസ്റ്റിനേഷൻ വെഡിങ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, അതിന് പറ്റിയൊരു സ്പേസാണ് ധർമ്മടം ബീച്ച്. ഇവിടെ അങ്ങനെ ഒരുപാട് നൂലാമലകളൊന്നും ഇല്ലാതെ നമുക്കൊരു ഡെസ്റ്റിനേഷൻ വെഡിങ് ഭയങ്കര സ്മൂത്തായിട്ട് നടത്താൻ പറ്റും. ആൻഡ് ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടിന് ഡെസ്റ്റിനേഷൻ വെഡിങ്ങിന് വേണ്ടി വന്നേക്കാണ്. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നിങ്ങൾ ബ്രൈഡിനും ഗ്രൂവിനും കാണിച്ചു കേട്ടോ. I awoke all alone on a Sunday playing games with the names in my head. It's a shame I can. എന്നോട് പ്ലസ് ടു ആൻഡ് ദ സെലിബ്രേഷൻ ഈസ് ഓവർ. എവറിത്തിങ് ഈസ് പാക്ക് ചെയ്യാൻ പോവാണ്. ഇംഗ്ലീഷിലൊക്കെ വരുത്തിനൊക്കെ കുഴഞ്ഞു. ഫുഡൊക്കെ കഴിച്ചു. വി ആർ വെരി ടയേർഡ്. ഇപ്പം നമ്മൾ പിള്ളേർ കളിക്കുന്നത് ഇങ്ങനെ വായുമ്പോൾ നോക്കി ഇങ്ങനെ ഇരിക്കും. ഞങ്ങൾ ഭയങ്കര ഞങ്ങൾക്ക് 10-27 വയസ്സൊക്കെ ഉണ്ട്. ഞങ്ങൾ ഭയങ്കര കൂട്ടി പറയാതെ സോറി 27 നാക്കുളിക്ക് പോയതാണ്. 22 വയസ്സായിരുന്നു. ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളൊരു 18ൻ്റെ ഒരു ഇതിലാണ് ഞങ്ങളിങ്ങനെ. ഞങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ഈ റൈഡിലൊക്കെ കയറണമെന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ അധികൃതർ പറഞ്ഞ് കയറ്റില്ല, നിങ്ങൾക്ക് തള്ളച്ചികളാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളിങ്ങനെ സങ്കടപ്പെട്ട് ഒരു മുറിക്ക് സങ്കടം ഒരു മുറിക്ക് സന്തോഷമായിട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. മിക്സഡ് ഫീലിംഗ് ആണ്. ആൻഡ് വേറെന്താ, നിങ്ങൾ പറയൂ, കാണികളെ നിങ്ങൾ പറയൂ, എന്തായാലും നിങ്ങളുടെ ഇന്നത്തെ മൺഡേ സ്പെഷ്യൽ എന്തായിരുന്നു? മൺഡേ എന്തായാലും പരിപാടി ഉണ്ട്, ഒരു പ്രോബ്ലം.